ഇന്നേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ. ഇവിടെ കുട്ടികൾ കുറച്ച് നാളായിട്ട് പുറകെ നടക്കണു ഫ്രൂട്ട് സാലഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഫ്രൂട്ട്സൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഒരു 2-3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ട് നമ്മുടെ തണുത്ത പാലിൽ ഒന്ന് കലക്കിയിട്ട് നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്യണം. ഞാൻ ഇവിടെ 1.5 പാക്കറ്റ് പാലായിട്ട് എടുത്തേക്കണേ. ഞാൻ എടുത്ത കസ്റ്റാർഡ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ 2-3 സ്പൂണും കൂടിയും പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ. 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് മധുരം കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇത് സിമ്മിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണ വരെ ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഞാലിപ്പൂവൻ പഴമാട്ടോ ഇവിടെ എടുത്തേക്കണം. പിന്നെ 2 ആപ്പിളും പിന്നെ ഒരു അനാറും പിന്നെ ഒരു മാങ്ങയും. ഞാൻ നീലമാങ്ങ എടുത്തേക്കണേ. പിന്നെ എല്ലാം കൂടി അരിഞ്ഞ് പിന്നെ ആപ്പിൾ ഞാൻ നല്ലോണം നീളത്തിലാട്ടോ അരിഞ്ഞ്. ഗ്രേപ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ മാങ്ങ അരിഞ്ഞെടുക്കേണ്ടത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അനാറ് പൊളിക്കുമ്പോഴേ ഇങ്ങനെ വെട്ടിയിട്ട് പൊളിക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കസ്റ്റാർഡ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. നല്ല എളുപ്പമുള്ള പണിയാട്ടോ ഇത്. കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഞാൻ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. കാരണം നമ്മുടെ കസ്റ്റാർഡിന് തണുപ്പുണ്ടല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ.